നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ 2 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ നഷ്ടങ്ങൾക്ക് ശേഷം ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഓട്ടോ സ്റ്റോക്സും ജൂൺ മാസത്തെ അവരുടെ സെയിൽസ് ഡേറ്റകൾ റിലീസ് ചെയ്യുകയുണ്ടായി. അവയെക്കുറിച്ച് നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിലും കൂടാതെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ചുകൊണ്ട് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിയെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും സ്ലൈറ്റ്ലി പോസിറ്റീവ്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയിലെ ഡേ ലോയും. ആകെ 150 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളെങ്കിലും 24,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 24,049.09 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് 140 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 443 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 490 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1647 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ 1354 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇറ്റേണൽ, അദാനി എന്റർപ്രൈസസ്, നെസ്ലെ ഇന്ത്യ, HUL, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ HCL ടെക്നോളജീസ്, ടെക് മഹേന്ദ്ര, TCS, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ റിയാലിറ്റി മേഖലയ്ക്ക് 3%, FMCG, മീഡിയ തുടങ്ങിയ സെക്ടറുകൾക്ക് 2% വീതവും, ഓട്ടോ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1%-ഓളവും നേട്ടം കൈവരിക്കുവാനായപ്പോൾ IT മേഖലയ്ക്ക് തുടർച്ചയായി ഇന്നും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു, ഏകദേശം 2%-ലേറെ. അതേസമയം മെറ്റൽ ഇൻഡെക്സിന് 1%-യും ഫാമയ്ക്ക് 0.5%-യും ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ബെഞ്ച്മാർക്ക് ഇൻഡസ്ട്രീസുകളെ പോലെ തന്നെ ബോർഡർ മാർക്കറ്റ്സിനും ഇന്ന് തിരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുവാനും സാധിച്ചു. തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.4%-ന്റെ നേട്ടവും കൈവരിക്കുവാനായി. അമേരിക്കൻ ഡോളർ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് കരുത്താർജിച്ചതിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. ഇന്ന് സിംഗിൾ ഡേയില് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 58 പൈസയുടെ നഷ്ടത്തോടുകൂടി വീണ്ടും 95 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 95.24 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ട്രേഡിംഗ് ഇന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ജൂൺ മാസത്തെ GST കളക്ഷൻ ഡാറ്റ പുറത്തുവിട്ടു. ജൂണിലെ ഇന്ത്യയിലെ GST കളക്ഷൻ 1.95 ലക്ഷം കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തതും 13 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് GST കളക്ഷൻ റിപ്പോർട്ട് ചെയ്തതും. ഇന്ന് ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും അവരുടെ ജൂൺ മാസത്തെ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്തപ്പോൾ അവസാന 4 മാസങ്ങൾ കൊണ്ട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലവും അത് എണ്ണയുടെ വിലയിൽ ഉണ്ടാക്കിയ വർധനവിന്റെ ഫലമായിട്ട് ജൂൺ മാസത്തില് ഇന്ത്യൻ EV മേഖലയില് ശക്തമായ ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് കമ്പനികൾ പുറത്തുവിട്ടതും. വേദാന്ത ലിമിറ്റഡ് ഡീമർജർ ചെയ്ത് 4 സ്റ്റോക്കുകളായിട്ട് ജൂൺ 15 ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്നത്തോടുകൂടി ട്രേഡ് ടു ട്രേഡ് സെഗ്മെന്റ് അവസാനിച്ചതിനെ തുടർന്ന് വേദാന്ത അലൂമിനിയം, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത പവർ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 20%-ഓളം റാലിയും കാണുവാനായിട്ട് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് ഏവിയേഷൻ സ്റ്റോക്കായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ അവരുടെ ഉപഭോക്താക്കൾക്കായിട്ട് പുതിയൊരു പദ്ധതി അവതരിപ്പിച്ചു, അതായത് ഇൻഡിഗോ ലൈറ്റ് എന്ന പേരില്. ഇതിലൂടെ ഇക്കണോമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന് ട്രാവലിംഗ് ചാർജ് മാത്രം നൽകിക്കൊണ്ട് 7 കിലോ വരെയുള്ള ഹാൻഡ് ബാഗേജുകൾ കൊണ്ടുപോകാമെന്നുള്ള ഓഫറാണ് കമ്പനി ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളതും. യൂറോപ്യൻ ജയന്റ് വാഹന നിർമ്മാതാക്കളായ BMW, വോക്സ് വാഗനും അവരുടെ കോസ്റ്റിൽ കട്ടുവരുത്തുമെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നതിനെ തുടർന്ന് KPI ടെക്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 17%-ഓളം ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സഹായിച്ച
ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ ഓട്ടോ മേഖലയ്ക്ക് തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി M&Mന്റെ ഭാഗത്ത് നിന്നും റോബസ്റ്റ് ആയിട്ടുള്ള മന്ത്ലി സെയിൽസ് ഡേറ്റ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ന് M&Mൽ മാത്രം 3% ഉയർച്ച അനുഭവപ്പെട്ടപ്പോൾ ഇന്ന് നിഫ്റ്റി ഓട്ടോയ്ക്ക് 1.15% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ജൂൺ ക്വാർട്ടറിൽ കൺസ്യൂമർ സ്റ്റേപ്പിൾസ് സ്ഥാപനങ്ങൾക്ക് സ്ഥിരതയുള്ള വളർച്ച കൈവരിക്കുമെന്നുള്ള പ്രവചനം HSBC നടത്തിയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ FMCG മേഖലയ്ക്കും തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തൽഫലമായി ഇന്ന് നെസ്ലെ ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസിൽ 2.25%, ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 2%, ദാബറിൽ 2.3% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടോ FMCG മേഖലയ്ക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ടും കൂടാതെ ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകളും തിരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ എണ്ണയുടെ വിലയിൽ നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും ആ ഉയർച്ചയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് പിന്നീട് എണ്ണയുടെ വിലയിൽ 1% ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വീക്കെൻഡിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും നേരിയ തോതിൽ പുനരാരംഭിച്ചെങ്കിൽ കൂടിയിട്ടും പിന്നീട് അതിന് ഒരു അറുതി വന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ മുതൽ ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണയുടെ വിലയിൽ കാര്യമായ ഉയർച്ചയോ താഴ്ചയോ അനുഭവപ്പെടുന്നുമില്ല. ഏകദേശം 1% അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ നടക്കുന്നുമുള്ളൂ. ഏകദേശം ബ്രെന്റ് ക്രൂഡിന്റെ വില $73 അടുത്തായിട്ട് തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ ഇന്നും എണ്ണയുടെ വിലയിൽ തുടർന്ന തൽസ്ഥിതിയും. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം തുടർന്ന് 24,200 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ലെന്നുള്ളത്. അത് ഇന്ന് സംഭവിക്കുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയും ചെയ്തു. 24,200 എന്ന ലെവൽ എത്തിച്ചേരാനായില്ലെങ്കിൽ കൂടിയിട്ടും 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ടെക്നിക്കൽ ഫാക്ടേഴ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണം ചെയ്തു. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സിൽ 2.65% ഇടിവോടുകൂടി 13.24 എന്ന ലെവലിലേക്ക് കൂൾ ഓഫ് ആകാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 144 പോയിന്റുകളുടെ അഥവാ 0.25% നഷ്ടത്തിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. സിംഗപ്പൂർ, ഹോങ്കോങ്, കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ മാർക്കറ്റുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടിയും ബാക്കി ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ബ്രെന്റ് ക്രൂഡിന്റെ വില $74 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $68.70 പെർ ബാരൽ നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $3,985.02 പെർ ഔൺസ് എന്ന നിലയിൽ രാവിലത്തെ പോലെ തന്നെ നേരിയ ഇടിവ് തുടർന്നുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദ്വിത് ജ്വൽസ് ഇന്ന് സ്റ്റോക്ക് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടു. IPO പ്രൈസിൽ നിന്നും 37% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് സ്റ്റോക്കിന് ലോവർ സർക്യൂട്ട് അടിക്കേണ്ടതായിട്ടും വന്നു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന്. M&M പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റയാണ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളത്. കമ്പനിയുടെ പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ 28%, ത്രീ വീലറിൽ 63% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 2 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 125% വർധനവും രേഖപ്പെടുത്തി. മാരുതി സുസുക്കി ഇന്ത്യ ടോട്ടൽ സെയിൽസിൽ 19%, ഡൊമസ്റ്റിക് സെയിൽസിൽ 21%, എക്സ്പോർട്സിൽ 13% വർധനവ് രേഖപ്പെടുത്തി. അശോക് ലൈലാൻഡ് കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ 25% വർധനവ് രേഖപ്പെടുത്തി. അതുൽ ഓട്ടോ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൽ 34.6%, ടോട്ടൽ EV സെയിൽസിൽ 2.1% വർധനവ് രേഖപ്പെടുത്തി. എസ്കോർട്സ് കുബൂത്ത ടോട്ടൽ സെയിൽസിൽ 19%, എക്സ്പോർട്സിൽ 4.4% വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 69%,
EV സെയിൽസിൽ 183%, ഡൊമസ്റ്റിക് സെയിൽസിൽ 67%, വർധനവ് രേഖപ്പെടുത്തി. 154 യൂണിറ്റിൽ നിന്നും 1007 യൂണിറ്റായിട്ട് എക്സ്പോർട്സിലും വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 35%, ഡൊമസ്റ്റിക് സെയിൽസിൽ 31%, എക്സ്പോർട്സിൽ 83%, വർധനവ് രേഖപ്പെടുത്തി. ഹീറോ മോട്ടോർ കോർപ്പ് ടോട്ടൽ സെയിൽസിൽ 2%, ഡൊമസ്റ്റിക് സെയിൽസിൽ 4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 33% വർധനവും രേഖപ്പെടുത്തി. ഹുണ്ടായി മോട്ടോർ ഇത്തവണ കമ്പനി എസ്റ്റിമേറ്റിനെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ കമ്പനിയുടെ ഒരു പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 62,521 എന്ന എസ്റ്റിമേറ്റ് യൂണിറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആകെ 51,335 യൂണിറ്റുകൾ മാത്രമേ വിറ്റഴിച്ചുള്ളൂ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.